അങ്ങനെ നമ്മുടെ കുഞ്ഞുമണി സദ്യ കഴിച്ചു. സദ്യ കഴിച്ചു കുഞ്ഞുമണി തളർന്നു പോയി. ഇത് നമ്മുടെ കുഞ്ഞുമണിയുടെ ആദ്യത്തെ ഓണസദ്യ എക്സ്പീരിയൻസ് വീഡിയോ ആണേ. കുഞ്ഞുമണിക്ക് വേണ്ട ഒരുപാട് ഐറ്റംസ് ഇവിടെ അമ്മമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുഞ്ഞുമണി സദ്യ പാപ്പ കഴിക്കാം. കുഞ്ഞുമണിയുടെ അച്ഛൻ അവിടെ UK ആഘോഷിക്കുമ്പോൾ നമ്മളിവിടെ ആഘോഷിക്കണ്ടേ. കുഞ്ഞുമണി സദ്യക്ക് ഫുള്ളി പ്രിപ്പയർഡ് ആണ്. ഇലയിട്ട് എരിവ് കുറഞ്ഞ എല്ലാ കറികളും, ചോറും, പരിപ്പും, പപ്പടവും, ശർക്കര വരട്ടിയും, ചിപ്സും, പഴവും, പായസവും ഒക്കെ ആയിരുന്നു കുഞ്ഞുമണിയുടെ സദ്യയുടെ മെനു. കുഞ്ഞുമണി ആദ്യം തന്നെ പപ്പടമൊക്കെ പൊട്ടിച്ച് ചോറൊക്കെ നല്ല പോലെ മിക്സിംഗ് ആയിരുന്നു. കുഞ്ഞുമണിയുടെ കൂടെ ചോറ് കഴിക്കാൻ അപ്പാപ്പന്മാരും അമ്മമ്മമാരും ചീരുചേട്ടനും മാമനും ഒക്കെ ഉണ്ടായിരുന്നു. കുഞ്ഞുമണിയുടെ മിക്സിംഗ് ഒരുവിധം ആയപ്പോൾ ഞാൻ പിന്നെ ഗോതയിലേക്ക് കടന്നു. കുഞ്ഞുമണി അല്ലെങ്കിൽ പിന്നെ ഇലയുടെ മേലെ ഇരുന്നായിരിക്കും ഇനിയുള്ള കഴിപ്പ്. കുഞ്ഞുമണി നല്ല പോലെ എൻജോയ് ചെയ്ത് കുറച്ച് ഫുഡും കഴിച്ച് വെള്ളവും കുടിച്ചൊക്കെ ഇരുന്നപ്പോഴായിരുന്നു പായസത്തിന്റെ എൻട്രി. കുഞ്ഞുമണി ആദ്യമായിട്ടാണ് ഇലയിൽ പായസം കുടിക്കുന്നത്. അവൾ അത് നല്ല പോലെ എൻജോയ് ചെയ്യുകയും ചെയ്തു. ആദ്യം തന്നെ അടപ്രഥമനായിരുന്നു. കുഞ്ഞിനത് നല്ല ഇഷ്ടമായി. അത് കഴിഞ്ഞ് ഇതാ വരുന്നു ട്രിവാൻഡ്രം സ്പെഷ്യൽ ബോളിയും പായസവും. അത് കണ്ടപ്പോ തന്നെ ഓൾഡ് ചിരി എൻ്റെ സാറേ. അത് കഴിച്ചു തുടങ്ങിയപ്പോൾ കുഞ്ഞ് ഇച്ചിരി കൂടി ഹാപ്പിയായി. കാരണം അത് മോൾക്ക് ഞാനങ്ങനെ മധുരം കൊടുക്കാറില്ല. അതുകൊണ്ട് കിട്ടിയപ്പോൾ അവൾ അത് മാക്സിമം യൂസ് ചെയ്തു. അടപ്രഥമൻ കഴിഞ്ഞ് കടലപ്രഥമനും കൊടുത്തായിരുന്നു. അത് ഇച്ചിരിയേ കൊടുത്തോളൂ. അപ്പൊ തന്നെ 2 കാലും ഇലയിലെത്തി. കുഞ്ഞുമണിയുടെ അപ്പൂത്തയും ബിന്ദുമാമയും നാട്ടിൽ നിന്ന് ഓണത്തിന് ദുബൈയിലേക്ക് വന്നപ്പോൾ കൊണ്ടുവന്ന ഓണക്കോഴിയാണ് കുഞ്ഞുമണി സദ്യ കഴിക്കാനായിട്ട് ഇട്ടിരുന്നത്. ആ ഡ്രസ്സിൽ മുഴുവൻ പായസവും കറികളും ഒക്കെ ആക്കിയിട്ടുണ്ട്. ഇലയിൽ നിന്ന് പിന്നെ ഞാൻ സ്വയം കഴിക്കാൻ പറഞ്ഞപ്പോൾ കുഞ്ഞുമണി ആരെയും ഹെൽപ്പ് വേണ്ടെന്ന മട്ടിൽ തനിയായി കഴിപ്പ്. പിന്നെ ഇനിയും വെയിറ്റ് ചെയ്യാൻ എനിക്ക് വയ്യാത്തോണ്ട് ഞാൻ വീണ്ടും ഗോതയിലെത്തി. കാരണം എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. കുഞ്ഞുമണിക്ക് ഈ ഓണക്കോടി കൂടാണ്ട് അച്ചാച്ചനും അച്ചാമ്മയും മുത്തശ്ശിയും വല്യച്ഛനും രുക്കൂസും മാമന്മാരും കൊച്ചിച്ചന്മാരും ഒക്കെ ഓണക്കോടിയും എത്തിച്ചു. ദുബായിലായിരുന്നെങ്കിലും കുഞ്ഞിന് ഓണക്കോടിക്ക് ഒരു കുറവും ഇല്ലായിരുന്നു. അവസാനം സദ്യയൊക്കെ കഴിച്ച് കുഞ്ഞുമണി തളർന്നു. സദ്യ കഴിച്ചു എന്ന് പറയാൻ പറ്റത്തില്ല, അതിൽ കളിച്ചു എന്ന് പറയണയാവും കുറച്ചുകൂടി ശരി. കാരണം ഇച്ചിരി പായസം മാത്രമേ അവൾ അതിൽ നേരെ കഴിച്ചുള്ളൂ. സദ്യ കഴിഞ്ഞ് മേലൊക്കെ കഴുകി അടുത്ത അവളുടെ കുഞ്ഞപ്പാപ്പനും നിഖിലമ്മാമയും എത്തിച്ച ഓണക്കോടിയൊക്കെ ഇട്ട് ജാനകി ചേച്ചിയുടെ കൂടെയും ചീരുചേട്ടന്റെ കൂടെയും കുഞ്ഞുമണി ആ ദിവസം അങ്ങ് കളറാക്കി.